Yes, good afternoon to all. Good afternoon, sir. Yes, Nora, how are you? I'm fine. What about you, sir? I am also very fine. Can you ask Nora? ഇല്ല എനിക്ക് കയറാൻ പറ്റിയിട്ടില്ല. Yes, okay. Amisha? Amisha Sultana? Sir, Can you ask കുറച്ച് സമയം ഉണ്ടായിരുന്നു സാർ, ഹോസ്പിറ്റലിൽ പോണമായിരുന്നു. Okay. Soumya? സാർ Soumya? Can you ask ഉണ്ടായിരുന്നു സാർ. ഞാനൊരു ഉറപ്പില്ലാത്ത നമ്മൾ ലാസ്റ്റ് ചെയ്ത് എവിടെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അല്ലേ? സംശയം ഉണ്ണിമേലിയൊക്കെ കണ്ടിട്ട് നാളുകൾ കുറയാലോ. സാർ ഞാൻ ട്രെയിനിങ്ങിന് പോയതുകൊണ്ട് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. യെസ്, ഓക്കെ. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ? ഇപ്പഴാ കഴിഞ്ഞ. അതിന്റെ ഇടയ്ക്ക് 3 പിള്ളേർ, അതുങ്ങളുടെ ഇടയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ. അതൊക്കെ ആയിക്കോട്ടെ. ഇതിന്റെ ഇടക്ക് നമ്മുടെ ഞാൻ ഇവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 4ാമത്തെ ക്ലാസ് ആണിത്. ഇവിടുന്ന് ബാക്കിലേക്കൂടെ 4 ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് കണ്ടേക്കണം. സാർ ഞാൻ 6:11 ക്ലാസ്സിലേ കയറിയിട്ടുള്ളൂ, പിന്നത്തെ ക്ലാസ്സിൽ കയറിയിട്ടില്ല. ഒന്നുകൂടി ഉറക്കം പറഞ്ഞ് സൗമ്യ, കേൾക്കുന്നില്ലല്ലോ. ഞാൻ 6:11 ക്ലാസ്സിലേ കയറിയുള്ളായിരുന്നു, പിന്നെ കയറിയില്ലായിരുന്നു. വെരി ഗുഡ്. യെസ്, അപ്പൊ എഴുതിക്കോ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. The phrasal verb ഈ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് wind up means MEANS means. The phrasal verb wind up means. അടിയിൽ ABC എഴുതിക്കോ. A finish, B start, C where, WEAR where. അമീഷ, ഇതിന്റെ ആൻസർ ഏതാന്ന് പറയാമോ? സാർ ഫിനിഷ്. വെരി ഗുഡ്. അതായത് വൈൻഡ് അപ്പ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ അർത്ഥം ഏതാണ് ചോദിച്ചേക്കുന്നത്. വെരി ഗുഡ്. അടുത്തത് നമുക്ക് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇൻഡയറക്റ്റ് സ്പീച്ച് തരികയാണ്, അത് ഡയറക്റ്റോട്ട് മാറ്റണം. എഴുതിക്കോ 1 അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. They said that they could go to the park. They said that they could go to the park. ഒരു വരക്ക, ഒരു ഹൈഫൺ എന്തായിരിക്കോ? ചേഞ്ച് ഇൻറ്റു ഡയറക്റ്റ് സ്പീച്ച്. അതിന്റെ അടിയിൽ ABC ആൻസർ എഴുതിക്കോ. A they said ഈ ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. we could go to the park. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. അടുത്തത് B they said ഈ ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക.
we can go to the park. Go to the park. Inverted comma close here. See. There's it. There's it. Inverted comma is we will go to the park. We will go to the park. Yes, Soumya, correct answer ഏതാണ്? തന്നിരിക്കുന്നത് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ്. ഡയറക്റ്റ് സ്പീച്ചോട് മാറ്റമില്ലാത്ത ഏത് വരും? They said we can go to the park. യെസ്, കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ഫുഡ് വന്നു കഴിഞ്ഞപ്പോ ക്യാൻ വരും എന്നുള്ള കാര്യം അറിയാം അല്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രണ്ടാമത്തെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following phrasal verb, which of the following phrasal verb will give you the meaning, inverted comma overcome. Will give you the meaning, inverted comma overcome. Yes. A, B, C എന്ന് പറയുന്നത് താഴേക്ക് ആൻസർ ചെയ്യും. A, come to. B, get over. C, make out. Yes, Noora, correct answer പറയാമോ? overcome, make out ആണോ? അറിയില്ല. Make out അല്ല. Get over. പറഞ്ഞോളൂ. സ്പീഡിൽ അവിടെ നേരം കൊണ്ട് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണ്. അതാണ്. യെസ്, ആദിത്യ. Get over. വെരി ഗുഡ്. ഗെറ്റ് ഓവർ ആണ് ഓവർകമിന്റെ വേർഡ്. യെസ്, അടുത്ത വരിയിരിക്കും. Identify the correctly 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 spelt 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 word from. Sir, ഒന്നുകൂടെ പറയോ? Correctly spelt word from the words given below. From the words given below. Yes. And then the ABC. Here you go. A. GRAMMAR, grammar. B. Montessori, MONTESSORY. അടുത്തത് C. vegetable, VEGETEBEL. സമീറ, ഏതാണ് കറക്റ്റ്? യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് കറക്റ്റ് സ്പെല്ലിങ്ങോടെ വേറെ ഏതാണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. യെസ്, അടുത്തിരിക്കും. മോഹൻ സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. She may come to the party. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യും. ഞാൻ ഒന്നുകൂടി പറയാം. മോഹൻ സെറ്റ് she may come to the party. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. എന്നിട്ട് change into
change into indirect speech. Yes, and I did answer the ഒന്ന് മോഹൻ said she come to the party. രണ്ടാമത്തെ ആൻസർ ബി മോഹൻ said that she might come to the party. മൂന്നാമത്തെ ആൻസർ മോഹൻ said that she may come the party. Yes, Sudhi, yes. Correct answer ഏതാണിത്? Sir, Mohan said that she might come to the party. Yes, correct answer. May വന്നു കഴിഞ്ഞാൽ അത് might ആയിട്ട് മാറും നമുക്കറിയാം. Yes, very good. അടുത്തത് ഗോപാൽ does not sing sing well, 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 comma dash question mark. Gopal does not sing well, comma dash question mark. മൂന്ന് ആൻസർ ഇരിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ ഡയഗ്രാമിൽ പിടികിട്ടിയാൽ കണ്ടു കഴിഞ്ഞപ്പോ ആൻസർ ഇരിക്കും. ഒന്നാമത്തെ ആൻസർ എ do he B does he C did he അശ്മി മോൾ ആൻസർ പറയാമോ? Yes, Shafina. Yes, sir. Does he? Very good. Does he? അടുത്ത ചോദ്യം സിമി did not go to London എന്നുള്ളതിന്റെ L ക്യാപിറ്റൽ. സിമി did not go to London, comma dash question mark. A, B, C answer you go A. Did she? B. Doesn't she? C. Didn't she? Okay, Tasneem. Tasneem BB. Yes, sir. ഏതാണ് വേണ്ടത്? Did he? Very good. Correct ആണ്. അടുത്തത് അനൂപ് sings 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 well, WELL, well. Sings well, comma dash question mark. And I did A, B, C. A. Do he? B. Is he? C. Does he?
യെസ്, ഉണ്ണിമേരി കറക്റ്റ് പറയാമോ? ഉണ്ണിമേരി യെസ്. എന്നാല് അമീഷ സൗമ്യ Sir. Do പറയൂ. he. അനൂപ് 6 ഡൂഹി അല്ല, Does he? ഡസ് ഹി. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ഡൂഹി എന്നാണ് കേട്ടോ കേട്ടോ. ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്. അല്ല സർ, അത് സമീറയാണ് പറഞ്ഞത്. ഇത് സമീറയാണ് പറഞ്ഞത്. യെസ്. അപ്പൊ സൗമ്യ പറഞ്ഞത് എന്താണ്? ഡൂഹി പറഞ്ഞു. ഡൂഹി അല്ല, ഡസ് ഹി ആണ്. ഡസ് ഹി. ഓക്കെ. അനൂപ് എന്ന് പറയുമ്പോ ഒരാളല്ലുള്ളൂ, ഒരാളുള്ളൂ, അപ്പൊ ഡസ് വരും. പിന്നെ അനൂപ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു ആൺകുട്ടിയുടെ പേരാണെന്ന്. അപ്പൊ ഡസ് ഹി. സംശയം ചോദിച്ചേക്കണം. അടുത്തത് മനു ഈസ് നോട്ട്. മനു ഈസ് നോട്ട്. ഈസ് നോട്ട് very dull. Is not very dull. Is not very dull. Comma, dash, question mark. A, B, C. Answer is equal to A. Is he? B. Do he? C. Isn't he? Isn't he? Yes, Noora. If he. Is he? അല്ലേ? ആദ്യത്തെ ഉദ്ദേശിച്ചത്. അതെ അതെ. വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഈസ് ഹി കറക്റ്റ് ആൻസർ ആണ്. അടുത്തത് വരുൺ, VARUN, വരുൺ has not finished the work. WORK, work, comma, dash, question mark. Varun has not finished the work, comma, dash, question mark. Adili A, B, C. Here you go. Have he? Have he? B. Has he? Has he? C. Is he? Is he? Has he Yes. answer? Samira, പറഞ്ഞോളൂ. Has he? Has he? Correct answer ആണ്. Correct answer ആണ്. Yes. Yes. അടുത്തത് റാൻഡം ആയിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ഞാൻ നിങ്ങളുടെ ഒരു എബിലിറ്റി നോക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. യെസ്. അപ്പോ നിങ്ങളോട് പിന്നെ നോക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വരുന്ന സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. അപ്പോ ഈ ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് കയറാത്തവരോട് പറയാൻ ഉണ്ണിമേലി ഏറ്റവും അവസാനത്തെ 4 ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് എടുത്തിട്ട് ഒന്ന് കേട്ടു നോക്കാം കേട്ടോ. എല്ലാത്തിനും മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത് എന്നാണ്, ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. അപ്പോ അത് കേൾക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് മാത്രം പറയണം. യെസ്. അപ്പൊ അടുത്തതിലോട്ട് കിടക്കുകയാണ്. ഓക്കെ ഉണ്ണിമേരി. ഓക്കെ ഓക്കെ അത് കേൾക്കാം. യെസ്. അടുത്തത് he lives, 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 dash ചേന്നമംഗലം. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് കേൾക്കുന്നത്. CHENDAMANGALI, ചേന്നമംഗലം.
A, B, C. Answer A. At. B. In. C. On. അപ്പൊ നമുക്കറിയാം ഇത് പ്രിപ്പോസിഷൻ വെക്കാനുള്ളതാണ് നമുക്ക് മനസ്സിലായി കാണുമ്പോ തന്നെ. ശ്രുതി പറഞ്ഞേ. ശ്രുതി യെസ് ഇല്ല. അശ്മി മോൾ യെസ് സർ. ഏതാണ് ആൻസർ ഇതിനകത്ത്? ഇന്നല്ല. ഇന്നല്ല, അറ്റാണ് കേട്ടോ. അറ്റാണ്. അതായത് വലിയ സ്ഥലമാണെങ്കിലാണ് ഇന്നും, ചെറിയ സ്ഥലമാണെങ്കിൽ അവിടെ അറ്റുമാണ്. ആഷ്മി ജനിച്ച സ്ഥലം എവിടെയാണ്? ചാലക്കുടി. ചാലക്കുടി. അപ്പൊ പറയാ അറ്റ് ചാലക്കുടി ഇൻ കേരള. ചാലക്കുടി തന്നെ ജനിച്ചിരിക്കുന്നത് കൈതപ്പുഴയാണെങ്കിൽ ഇൻ ചാലക്കുടി അറ്റ് കൈതപ്പുഴ. ഓക്കെ, യെസ്. അടുത്തത് I saw SAW. I saw a woman dash blue eyes. I saw a woman dash blue eyes. A, B, C. Answer you go. A. By, B-Y, by. B. With, W-I-T-H. C. On, oil. Shafina, correct answer for you? With. With, correct answer. Correct. അടുത്തത്. It is nice, N-I-C, nice dash you to invite me. It is nice dash you to invite me. Adili A, B, C. A. With. B. At. C. Off. Tasneem. Tasneem. Kuripiku. With. With. Yes. It is. It is nice. വിത്തല്ല. അയ്യോ, ഞാൻ എന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയപ്പോ എന്റെ കോൺസെൻട്രേഷൻ പോയി. അതൊരു ഫ്രേസ് അല്ല. ഇറ്റ് ഈസ് നൈസ് ഓഫ് യു അതല്ലേ പറയാം. Nice of you. യെസ്, ഓഫ് ആണ് കേട്ടോ, ഓഫ് ആണ്. അടുത്തത്. She was not a good student. She was not a good student. Comma dash question mark. ഞാനിവിടെ ആൻസർ പറയണോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതിക്കൂടെ? She was not a good student. എഴുതിക്കോ നീ. അപ്പൊ അതിൽ വെച്ച് ചിന്തിച്ചാൽ മതിയല്ലേ. A. Was she. B. Wasn't she. C. Did she. ഉണ്ണിമേരി ഉത്തരം പറയാമോ? Was she ആണോ സർ? Was she. Correct answer. Very good. അടുത്തത്. She has got an expensive, EXPENSIVE, expensive car, CAR, comma dash question mark. A, B, C. A. Has she. B. Hasn't she. C. Have she.
സൗമ്യ ഏതാന്ന് പറയാൻ ആൻസർ? Sir, has she? ഹാഷി അല്ല, അതായത് ഹാസിന്റെ അത് ഉണ്ട്. അപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള വാചകമാണ് അത്. ആ പോസിറ്റീവ് വാചകത്തിന്റെ ടാഗ് നെഗറ്റീവും നെഗറ്റീവ് വാചകത്തിന്റെ ടാഗ് പോസിറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹാസിന്റെ കൂടെ ഒരു നോട്ട് കൂടി ചേർക്കണം. ഹാസിന്റെ ഷീ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് let us go for a walk. WALK, walk. Let us go for a walk, comma, dash, question mark. And അടിയിലെ ABC മൂന്ന് ആൻസർ ഇരിക്കും. A. Let we be. Let us see. Shall we? Yes. Nura, എന്തൊരു ആൻസർ? ലെറ്റസ് ആണ്. കൺഫ്യൂഷൻ ആയി. ലെറ്റസും ഷാൾവി രണ്ടും ലെറ്റസ്. കൺഫ്യൂഷൻ. ഓക്കെ, നമുക്ക് സമീറിനോട് ചോദിക്കാം. സമീറ, ഷാൾ വി. ഒരു കൺഫ്യൂഷൻ വേണ്ട. ഷാൽ ബി. യെസ്. Sir, അതെന്താ ഷാൽവി ആയെന്ന് പറയോ സർ? ഒന്നുകൂടി പറഞ്ഞേ. ഞാനും ലെറ്റസ് ആണ് എടുത്തത്. ഷാൽവി ആയതിന്റെ അതായത് ലെറ്റസ് വരൂല. ലെറ്റസ് തുടങ്ങുന്ന എല്ലാത്തിന്റെയും ക്വസ്റ്റ്യൻ ടാഗ് ഷാൽവി ആയിരിക്കും. അതങ്ങോട്ട് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചു. ലെറ്റസ് ആണ് ഷാൽവി. ഞാൻ അതിന്റെ അകത്ത് വേറെ ഒന്നും മാറ്റി ചിന്തിക്കില്ല കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹി, ഞാൻ ചോദ്യങ്ങളൊക്കെ ചുരുക്കാനാണ് പറയണേ കേട്ടോ. ഹി failed, FAILED, failed in the examination. Three times. And then stopped, STOPPED, stopped his studies. He failed in the examination 3 times and then stopped his studies. അടിയില് എന്നിട്ട് അതിന്റെ അകത്ത് ആ സ്റ്റോപ്ഡ് എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യും. സ്റ്റോപ്ഡ് അണ്ടർലൈൻ ചെയ്യും. അതിന്റെ അടിയിൽ ABC എഴുതിക്കോ. A. Gave up, GAVE, gave up. B. Get up, GET, get up. C. Give in. Okay, ഇനി ചോദ്യം ഇതായിരുന്നു. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് എ ഫ്രേസൽ വെർബ്. ഈ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന വേർഡ് മാറ്റിയിട്ട് അതേ അർത്ഥമുള്ള ഒരു ഫ്രേസൽ വെർബ് ഉപയോഗിക്കുക. ഇതാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റോപ്ഡ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് അതേ അർത്ഥം വരുന്ന വേറൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. യെസ്. ആഷ്മി മോൾ ഏതാണ് ആൻസർ വരാം? gave up. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. ഓക്കെ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ. തസ്നീം, Yes, sir. ഹൗ ആർ യു? Fine, thank you. ഒന്ന് ഉറക്കം പറയൂ തസ്നീം, ശബ്ദം ഇട്ടൂല്ലോ. Fine, thank you, sir. യെസ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ കഴിഞ്ഞ 10 മാസമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലേ? യെസ്. അപ്പോ ഈ 10 മാസം നമ്മളെ ഒരു ഇംഗ്ലീഷ് ഇതൊക്കെ പറഞ്ഞത് കൊണ്ട് തസ്നീമിന് എന്തെങ്കിലും ഗുണമുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് തസ്നീമിന്റെ അഭിപ്രായം? ഗുണം ഉണ്ടായിട്ടുണ്ട്. ഉറക്കെ പറയൂ, ഒന്നും കേൾക്കുന്നില്ല. ഗ്രാമർ ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇംഗ്ലീഷിന്റെ. പിന്നെ കുട്ടികളോട് ചെറിയ രീതിയിൽ സംസാരിക്കാനുള്ള ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തോ ഗ്രാമർ പറയുന്നത് ശബ്ദം വളരെ കുറവാണ്. ഗ്രാമർ മാറ്റി പറയും. ആ ഒരു മോഡൊന്ന് മാറ്റും. ഓക്കെ.
ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. സാറ് ഈ ക്ലാസ് എടുത്തപ്പോഴേ ഗ്രാമർ ഒക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നപ്പോ വെച്ചാല് അവര് ഇങ്ങനെ മിസ്സുമാര് എടുത്ത് പോകുമ്പോ മനസ്സിലാവില്ലായിരുന്നു, കാണാപ്പാടം വെച്ചിട്ടായിരുന്നു. സാർ എടുക്കുമ്പോ അത് ഓരോ അർത്ഥം അതിനെ പറഞ്ഞു തരുമ്പോ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. നേരത്തേക്കാളും ശബ്ദം പോയി ടെസ്റ്റിംഗ് ഇപ്പൊ. നേരത്തെ പിന്നെ കേൾക്കും, ഇപ്പോട്ട് കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, പറഞ്ഞോളൂ തസ്ലിമേ. ഇല്ല, ഗ്രാമർ സാർ എടുത്തപ്പോഴേ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പറയാറ്. ഷെഫീന. ഷെഫീനക്ക് എന്ത് തോന്നുന്നു? ഗുണപ്രദമായി തോന്നുന്നുണ്ടോ? ഉണ്ട് സാർ, വളരെ ഉപകാരമായിരുന്നു. പണ്ട് പഠിച്ചു പോയ കാര്യങ്ങളാണെങ്കിലും അതെന്തായാലും നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് ഇപ്പോ. നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ. ഇംഗ്ലീഷിനോടുള്ള വിദ്വേഷവും ദേഷ്യമൊക്കെ മാറി കിട്ടിയ? ഇല്ല, അങ്ങനെയില്ല. ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ഇഷ്ടമായിരുന്നു, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ശ്രുതി ശ്രുതിന് എന്ത് തോന്നുന്നു? നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അല്ലേ, അതുകൊണ്ട് ചോദിച്ചാണ്. സാർ, എനിക്ക് എന്റെ PSC എക്സാമിന് വളരെയധികം ഉപകാരമായിട്ടുണ്ട് സാറിന്റെ ക്ലാസ്. സാർ, എനിക്ക് അതുപോലെ 2-3 ഡൗട്ട് ഉണ്ട്. ഞാൻ ഒത്തിരി ക്ലാസ് കാണാനുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്. ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ സാർ ഒന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം കുറെ ഗ്രാമറിന്റെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ട്. സാർ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ചോദിച്ചാൽ മതി, പറഞ്ഞോളാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. ചോദിച്ചാൽ മതി, പറഞ്ഞോളാം. സമീറ. യെസ് സർ. സമീറക്ക് എന്ത് തോന്നുന്നു? ഇംഗ്ലീഷ് കുറേ കൂടെ സിമ്പിൾ ആക്കി തന്നു. അപ്പൊ സമീറക്ക് ഇംഗ്ലീഷിനോട് നേരത്തെ ഇഷ്ടം ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടമുണ്ടായിരുന്നു. സ്കൂൾ പഠിക്കുന്ന കാലം തൊട്ട് ഇംഗ്ലീഷ് ഇഷ്ടമായിരുന്നു. വെരി ഗുഡ്. ഇഷ്ടമായതുകൊണ്ടാണ് കുറച്ചും കൂടി സിമ്പിൾ ആക്കിയത് അല്ലേ? വെരി ഗുഡ്. ഒരു 100% ആയില്ലെങ്കിൽ ചെറിയൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ ഒരു പീരീഡ് ഉണ്ടായുള്ളൂ, അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. കൊറേ ക്ലാസ് മിസ്സായി. ചെറിയ മോള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ അതൊക്കെ ഒന്നും കൂടി കേൾക്കണം. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട്, മെയിൻ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി കേൾക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. സാറിന്റെ കോള് കട്ടായതാണോ? കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല ഒന്നും. സാറിന് വെയിറ്റ് ചെയ്യാ. സാർ പോയി തോന്നുന്നുണ്ട്. വരിയിരിക്കും.
യെസ്. ഓ, ഞാൻ വിചാരിച്ചു നിങ്ങൾ പോയിന്നല്ലോ. ഞങ്ങൾ സാറിന് വെയിറ്റ് ചെയ്തതാ. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. അതെ, ടെക്നിക്കലായ പ്രശ്നമില്ല. അത് ഈ സിസ്റ്റത്തിന് മാത്രം പവർ പോയി കഴിഞ്ഞാൽ പറ്റുന്നതൊന്നും ഓഫാവാം. അപ്പൊ നൂറ അഭിപ്രായം പറഞ്ഞില്ല? നല്ല ക്ലാസ് ആയിരുന്നു, ഞങ്ങൾക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. യെസ്. അപ്പോ സൗമ്യ. സർ, ഞാൻ റെഗുലർ ആയിട്ട് ക്ലാസ് കേൾക്കുന്ന ഒരാളല്ല, കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ യെസ്, ഓക്കെ, വെരി കംപ്ലീറ്റ് ഗുഡ്. ആയിട്ട് കേട്ടിട്ടുള്ള സാറിന്റെ ക്ലാസ് ആണ് എനിക്ക് ഏറ്റവും ഗുണം ചെയ്തിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിസ് ചോദിച്ചപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് ഏറ്റവും ഇതുകൊണ്ട് നല്ല ഗുണം ഉണ്ടായിട്ടുള്ള സാറിന്റെ ക്ലാസ്. കാരണം എനിക്ക് ഗ്രാമർ തീരെ വശമില്ലായിരുന്നു. ഞാൻ സ്കൂളിൽ യെസ്, പഠിക്കുന്ന സമയത്ത് ഗ്രാമർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് പുസ്തകം കൊണ്ടുപോകത്തില്ലായിരുന്നു. അപ്പൊ ടീച്ചർ എന്നെ എന്തും എണ്ണിപ്പിടുത്തി നിർത്തും. അവസാനം എന്നോട് യെസ്, പറഞ്ഞു, ഇയാൾ ഒരിക്കലും ഗ്രാമർ പഠിക്കാൻ പോകുന്നില്ല എന്ന് വരെ ആ ടീച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യെസ്, ഞാന് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ യെസ്, യൂട്യൂബിൽ കയറിയിട്ട് ഓരോ ക്ലാസ് കേട്ടിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അന്നേരം എന്റെ യെസ്, മെമ്മറിയിൽ അത് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മറന്നുപോകും. പക്ഷെ സാറ് യെസ്, പഠിപ്പിക്കുന്ന കാര്യങ്ങള് മറന്നു പോകുന്നില്ല. ഇപ്പൊ ഇതിനു മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ എനിക്കിപ്പോ 2 എക്സാം ഉണ്ട്. ആ 2 എക്സാമിനും എനിക്ക് ഗ്രാമർ മൊത്തം അറ്റൻഡ് ചെയ്യാൻ പറ്റും. യെസ്, മറ്റെനിക്കൊന്നും കിട്ടത്തില്ലായിരുന്നു ഗ്രാമറിന്. അത്രയും ഗുണം ചെയ്തൊരു ക്ലാസ്സാണ്. എനിക്ക് അതിന് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞാന് റെക്കോർഡഡ് ക്ലാസ് ആണെങ്കിലും കംപ്ലീറ്റ് കേട്ടിട്ടുള്ളത് സാറിന്റെ ക്ലാസ്സാണ്. മറ്റൊക്കെ ഇനിയും പെൻഡിങ് കിടക്കുന്നതേ ഉള്ളൂ. യെസ്, ഓക്കെ 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 ഓക്കെ, യെസ്. ഞാൻ അതാണ് ശ്രദ്ധിച്ചുകൊണ്ടത്. ആരുടെയെങ്കിലും ജീവിതത്തിലെ ഇംഗ്ലീഷിനോട് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഡെയിലി ചോദിച്ചപ്പോൾ 2-3 പിള്ളേര് പറഞ്ഞു, സാറേ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബാലികേറാമലയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ അത് ഇഷ്ടപ്പെട്ടു പഠിക്കുന്നത് ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇഷ്ടപ്പെട്ടു പഠിക്കുന്നത് പറഞ്ഞു. കറക്റ്റ് ആണ് സാറേ, അത് കറക്റ്റ് കാര്യം. യെസ്, ഓക്കെ 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 ഓക്കെ. അതായത് എനിക്കും പറ്റും ഗ്രാമർ എന്നൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നാണ് അത് പറഞ്ഞത്. അതെ, അതുപോലെ സാറ് പറയത്തില്ലേ ഇടയ്ക്ക്, നിങ്ങൾ ഇത് കഴിയുമ്പോ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെക്കണം, എന്നിട്ട് ഒരു ഗ്രാമർ ക്ലാസ് തുടങ്ങണമെന്ന്. ഞാന് ഏപ്രിൽ മെയ് മാസം മുതല് ഞാൻ ഇവിടെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്റെ വീടിന്റെ മുകളിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ പുറത്ത് വേറെ ഒരു ട്യൂഷൻ സെന്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഏപ്രിൽ മെയ് മാസത്തില് ഗ്രാമർ ക്ലാസ് തുടങ്ങി അങ്ങനെ തുടങ്ങാൻ പോവാ. അത് സാറ് തന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ധൈര്യമായിട്ട് തോന്നുന്നു. എത്രാം ക്ലാസ് എനിക്ക് വരെയാണ് നല്ല സൗമ്യ? ധൈര്യമുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിന്റെ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേൾക്കേണ്ട താമസമേ ഉള്ളൂ. അത് പെട്ടെന്ന് ക്ലിക്ക് ആവുകയും ചെയ്യും. യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, യെസ്, വെരി ഗുഡ്. Then ആഷ്മി മോൾ, Yes, sir. how do you feel? സാറിന്റെ ക്ലാസ് ശരിക്കും പറഞ്ഞ ഒരു എക്സൈറ്റിംഗ് ഇൻട്രസ്റ്റിംഗ് ക്ലാസ് ആണ് ശരിക്കും പറഞ്ഞാൽ. അതായത് നമുക്ക് ക്ലാസ്സിൽ കയറാനും അതുപോലെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഈ പറഞ്ഞ പോലെ ഗ്രാമർ എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പം തൊട്ടായാലും നമ്മളെ തല്ലി പഠിപ്പിക്കാന്ന് നമ്മൾ പറയില്ല. നമ്മളിങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ പ്രസന്റ് ടെൻസ് സിമ്പിൾ അങ്ങനെ നമ്മൾ തല്ലി പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ആ ഒരു എക്സാമിന് വേണ്ടി പോയിന്റ് ഓഫ് വ്യൂവില് പഠിക്കുന്നതായി നമ്മൾ ചെറുപ്പത്തിലൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ കേട്ടപ്പോ തൊട്ട് ആ ഗ്രാമറിനോട് ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടം, അതുപോലെ തന്നെ സാർ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ തരുമ്പോ അതിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു സാറിന്റെ ക്ലാസ്സിൽ. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു സാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് കുറെ ക്ലാസ് എനിക്കും ഈ പറഞ്ഞ മിസ്സായി. ഞാൻ പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് ഇപ്പൊ എനിക്ക് കുറെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ട എനിക്ക് അങ്ങനെ കുറെ മിസ്സായി. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് ഞാൻ മിസ്സാക്കാറുണ്ടായിരുന്നില്ല. പക്ഷെ തേഴ്സ്ഡേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ കുറെ ക്ലാസ് അങ്ങനെ മിസ്സായി. കുറച്ചൊക്കെ ഞാൻ കേട്ട് വരണുള്ളൂ റെക്കോർഡ് ക്ലാസ്സസ്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഗ്രാമറിനോടുള്ള ആ ഒരു വിരോധം അല്ലെങ്കിൽ ആ ഒരു നമുക്കിങ്ങനെ മാത്സ് പോലെ നമ്മൾ മാറ്റി നിർത്തുന്നതാണ് ഇംഗ്ലീഷിലെ ഈ ഗ്രാമർ എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ ഹിന്ദിയിലെ ഇംഗ്ലീഷിലെ ഗ്രാമർ. അപ്പൊ ആ ഗ്രാമറിനോട് പേഴ്സണലി ഒരു ഇഷ്ടം സാറിന്റെ ക്ലാസ്. ഇത്രയും നാൾ നമ്മൾ ഓരോരോ ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇൻ കേസ് യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ഓരോ നമ്മുടെ ഞാനും ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിൽ നമ്മൾ ഓരോന്ന് റെഫർ ചെയ്യുമ്പോൾ അതിലിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ നമുക്ക് തുറക്കുമ്പോൾ കുറെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയും. പക്ഷെ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് വേണ്ടത് അത് ആ കൃത്യം കാര്യം ക്ലിയർ ആയിട്ട് തന്നെ സാർ നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട്.
അപ്പോ ഒന്നും കൂടി ഈ പറഞ്ഞ പോലെ ഏറ്റവും റെഫറൻസ് സാറിന്റെ ക്ലാസ് എടുക്കുക യൂട്യൂബിനേക്കാളും നല്ല റെഫറൻസ് ആണ് ഇപ്പൊ സാറിന്റെ ക്ലാസ് എന്ന് പറഞ്ഞ ഗ്രാമർ. മറ്റേ ഗ്രാമർ നമ്മൾ യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോ ആദ്യം മനസ്സിലാവുമെങ്കിലും കുറെ അവരിങ്ങനെ ഡിവൈഡ് ചെയ്ത് വേരിയേഷൻസിലേക്ക് പോകും. പക്ഷെ സാറിന്റെ ക്ലാസ് ഒറ്റ ക്ലാസ് കേൾക്കുമ്പോഴേക്കും നമുക്ക് എന്താണ് വേണ്ടത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും, കൺവേ ചെയ്യാറുണ്ട്. അപ്പോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ക്ലാസ് ആണ് സാറിന്റെ. അപ്പോ താങ്ക് യു സോ മച്ച്. ഒരു 10 മാസം ഞങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിൽ ക്ലാസ് എടുത്തതിന് പേഴ്സണലി താങ്ക് യു സർ. Okay, thank you for your good words. Yes, Aditya Satish. എങ്ങനെയുണ്ടായിരുന്നു 10 മാസം? ഹൗ ഡു യു ഫീൽ? എനിക്കങ്ങനെ എല്ലാ ക്ലാസ്സൊന്നും സാറിന്റെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിട്ട് കുറെ ക്ലാസ് മിസ്സായി. പക്ഷെ അറ്റൻഡ് ചെയ്ത ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. സാറിന്റെ ക്ലാസ് മറ്റേ ബാക്കിയുള്ള ടീച്ചർമാരൊക്കെ 1 വേ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. സാർ ആണ് ഒരു 2 വേ ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു ഇതുണ്ട്, നല്ല രീതിയിൽ പോയിട്ടുണ്ട് ക്ലാസ്. ഞാൻ ആദ്യം വന്നു കഴിഞ്ഞാലും മൈക്രോഫോൺ ഓൺ ആക്കിയാണ് ചെയ്യാറ്. കാരണം തൊട്ട് ടീച്ചർ മൈക്രോഫോൺ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് മൈക്രോഫോൺ ഓൺ ആക്കുക, അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. നിങ്ങളുടെ റിയാക്ഷൻ കിട്ടിയെങ്കിലല്ലേ എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നമ്മുടെ ജനസംഖ്യ ആകെ കുറഞ്ഞു പോയി എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. കുറച്ച് കുട്ടികളൊക്കെ പ്രാക്ടീസിനൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പം ക്ലാസ്സിൽ ഓൾറെഡി എല്ലാവരും കുറവാണ്. യെസ്, ഓക്കെ, നോ പ്രോബ്ലം. യെസ്, അപ്പോ നിങ്ങളെ കുറിച്ചും എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ വലിയ കുഴപ്പങ്ങൾ നിങ്ങൾ സൃഷ്ടിക്കാറില്ല. പിന്നെ മാത്രമല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് നിങ്ങളുടെ പല എക്സ്പ്രഷനിൽ നിന്നും പിന്നീട് കമന്റുകളിൽ നിന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. യെസ്, വളരെ പക്വതയുള്ള നല്ല കുട്ടികളായിരുന്നു നിങ്ങൾ. അതുകൂടി നിങ്ങളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും പറയുന്നത് ലാസ്റ്റ് ക്ലാസ്സിലുള്ള എല്ലാവരോടും. അതിനോടൊപ്പം തന്നെ തുടക്കത്തിലെ നമുക്കുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തുടക്കത്തിലെ നമുക്ക് ഫോണിക്സിന്റെ ക്ലാസ് എടുത്തില്ലായിരുന്നോ? എക്സാമിനൊപ്പം അത് വരുമോ? ഇല്ല, അതുണ്ടാവില്ല. യെസ്, ഇംഗ്ലീഷിന്റെ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു തന്ന ബേസ് ചെയ്ത് മാത്രം നമ്മൾ നോക്കിയാൽ ഫോണറ്റിക്സ് ഞങ്ങളിപ്പോൾ പക്ഷെ ടീച്ചർ ഫാന്നാ പ്രൊനൗൺസ് ചെയ്തത്. ഞങ്ങള് പഠിച്ചു വരുന്നതൊക്കെ ഫോന്നായിരുന്നു, ഫോണറ്റിക്സ്. നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ പ്രൊനൗൺസിയേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. WORK നമ്മൾ വർക്ക് എന്ന് പറയും, വർക്ക് എന്നല്ല ചെയ്യുന്നത്, വർക്ക് ആണ് കറക്റ്റ്. എന്നുള്ളത് ഇംഗ്ലീഷിൽ അത് പ്രൊനൗൺസ് ചെയ്യില്ല. പിന്നെ അമേരിക്കയിൽ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്, ബ്രിട്ടനിൽ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്. ഞാൻ വേണമെങ്കിൽ ഒരു കാര്യം പറയാം, കണക്ഷൻ, CONNECTION കണക്ഷൻ. പക്ഷെ അമേരിക്കയിലാണ് ഇപ്പൊ നമ്മൾ പോകണമെങ്കിൽ അവിടെ ആ സ്പെല്ലിംഗ് അല്ല, CONNEXION ആണ് കണക്ഷൻ, അതുള്ളൂ. അപ്പോ അങ്ങനെ ചില വ്യത്യാസങ്ങൾ നമ്മുടെ സംസാരത്തിൽ വരുമ്പോൾ കറക്റ്റ് ആക്സെന്റിൽ നമ്മൾ സംസാരിക്കാറില്ല ഇവിടെ. അപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ വർക്ക് എന്ന് പറയാറുണ്ട്. അപ്പൊ എനിക്ക് തന്നെ അറിയാം വർക്ക് അല്ല ശരി, വർക്ക് എന്നാണ് കറക്റ്റ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ തുടക്കത്തിലുണ്ടായ ആഷ്മി, കൃഷ്ണപ്രിയ, ലാഹൻ, രാഷ, റിയാസ്, അൻകിത അല്ലേ, രജീഷ്, അജി, സിയ, രേഷ്മ, ഷോണിമ, ഷബാന, സജന, അജിത, നവമി, വൈഷ്ണവി, നൂർഷ, അറൂസ, ആതിര, ജിഷ, വിസ്മയ, ഷാമി, നിസാം, ജഫീന, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് വന്നു കഴിയുമ്പോ ഇപ്പൊ ബാക്കിപ്പോ വളരെ ശുഷ്കമായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ അവരുണ്ടെങ്കിൽ അവരോടൊക്കെ എല്ലാവരോടും പറഞ്ഞേക്കാം എല്ലാവിധ ആശംസകളും നന്മകളും അവർക്ക് നേരുന്നു എന്ന് പറഞ്ഞേക്കാം. സാറ് വലിയ കോൺവെക്കേഷൻ സാർ ഉണ്ടാവില്ല? കോൺവെക്കേഷൻ വരാം. കോൺവെക്കേഷൻ നമുക്ക് കാണാം, അത് കുഴപ്പമില്ല. ഇപ്പൊ കഴിഞ്ഞപ്പോ 8 കഴിഞ്ഞുള്ളൂ. അടിപൊളി പരിപാടി ആയിട്ട് അവരുടെ അവരുടെ സ്കിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവര് സ്കിറ്റില് നമ്മുടെ ജിഷ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കോമഡി ആയിട്ട് അവതരിപ്പിച്ചു. കോമഡി അല്ല, ആ സീൻ ജിഷ ടീച്ചറിന്റെ സ്റ്റൈലിലൊക്കെ അവതരിപ്പിച്ചു ഒരു സ്കിറ്റില്. ഭയങ്കര രസകരമായി പഠിച്ചു. അതിന്റെ 1-2 സംഘാടക മികവുള്ള കുട്ടികളുണ്ടായിരുന്നുള്ളൂ, അതാണ്. യെസ്, അപ്പൊ അങ്ങനെ വളരെ രസകരമായിട്ട് അവർ അവതരിപ്പിച്ചു. യെസ്, ഇനി ഉണ്ണിമേരി, മുമ്പൊക്കെ സ്ഥിരം കാണുമ്പോഴാണ് ഈ പേര്, ഞാൻ പേര് ശ്രദ്ധിക്കുമ്പോഴാണ്, കാരണം ഈ പേരിലൊരു പ്രസിദ്ധിയായ സിനിമാ നടി ഉള്ളതല്ലേ.
അപ്പൊ അതുകൊണ്ട് ഈ പേര് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കാണാറില്ല. എങ്ങനെയാണ് ഉണ്ണിമേരിക്ക് ക്ലാസ് ഗുണപ്രദമായോ ഇംഗ്ലീഷ് ക്ലാസ്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേറാൻ. പിന്നെ ഈ ഇടയ്ക്ക് കേറാൻ പറ്റാത്ത എനിക്ക് ഡെലിവറി ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഒക്കെ ആയിട്ട് എനിക്ക് സാറിന്റെ എല്ലാ പിള്ളേരും നമ്മുടെ ക്ലാസ്സിൽ ഏതൊക്കെ കുട്ടികൾ കയറുന്നുണ്ടോ ആ കുട്ടികളെ എല്ലാവരെയും സാറ് വിളിച്ച് സംസാരിച്ച് അവരുടെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ അത് സാറ് എടുത്ത് പറഞ്ഞു കൊടുത്ത് അത് അവർക്ക് ക്ലിയർ ചെയ്ത് വിടുന്ന എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. എനിക്ക് ദിവസവും വെള്ളിയാഴ്ച ആകുമ്പോൾ അയ്യോ ഇന്ന് സാറിന്റെ ക്ലാസ് ആണല്ലോ കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ പറ്റത്തില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ ഒരിത്തിരി ഇവിടെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒട്ടും തന്നെ അതിന് പറ്റിയില്ല. പക്ഷെ എനിക്ക് സാറിന്റെ അടുത്ത് എനിക്ക് ഒത്തിരി എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പുറകോട്ടാ. പക്ഷെ സാറിന്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ എനിക്കിപ്പോ ഗ്രാമർ ഇപ്പൊ തന്നെ ഞാൻ നെറ്റ് പോലും നോക്കിയില്ല. സാറ് ചോദിച്ചപ്പോൾ തന്നെ അതിന്റെ ആൻസർ പറയാനുള്ള രീതി വന്നിട്ടുണ്ടെങ്കിൽ അത് സാറ് എനിക്ക് ക്ലാസ് എടുത്തുന്ന ഇടയ്ക്കിടയ്ക്ക് സാറ് പറയണ മറ്റേ ക്ലാസ് ഒക്കെ ഞാൻ കണ്ടോണ്ടിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോ ആൻസർ പോലും പറയാൻ പിന്നെ അതേപോലെ മുമ്പോട്ട് വന്ന് സംസാരിക്കുന്ന ആ രീതിയൊക്കെ എനിക്ക് ഒട്ടും ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ സാറിന്റെ അടുത്ത് സംസാരിച്ച് കുഴപ്പമില്ല. ഇപ്പൊ എനിക്ക് എപ്പോ വേണമെങ്കിലും സംസാരിക്കാം ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. ഓക്കെ, അതായത് നമ്മളൊക്കെ എന്താ പറയാ അടുക്കളയുടെയും വീടിന്റെയും 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ട ആളുകളല്ല. നിങ്ങൾ പറക്കണം. യെസ്. അപ്പൊ നിങ്ങൾക്ക് അത് കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ആദ്യം പറ്റും. എനിക്കതിന് പറ്റും എന്നുള്ളൊരു വിശ്വാസം. പിന്നെ നമ്മുടെ കൂടെയുള്ള പാർട്ട്നേഴ്സും നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് തകർക്കാം. അത് ഒരു സപ്പോർട്ട് കൂടി വേണം. വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ, ഫുൾ സപ്പോർട്ട് അല്ലെങ്കിൽ പകുതി സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉയരാൻ പറ്റും. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കഴിവുള്ള ആളുകളാണ് അല്ലെങ്കിൽ പറ്റും എന്ന ആളുകളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളത് പ്രോത്സാഹിപ്പിച്ച് വിട്ടത്. പിന്നെ എന്താ പറയാ ആവശ്യത്തിൽ കൂടുതൽ എല്ലാവർക്കും ഞാൻ വെരി ഗുഡ് തന്നിട്ടുണ്ട്. വെരി ഗുഡ് ഇല്ലാണ്ട് നമ്മൾ മുന്നോട്ട് പോകാറില്ല. എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ ഉടനെ വരും. അത് നിങ്ങൾ ശീലമാക്കണം. നിങ്ങൾ പിന്നീട് ഭാവിയിലെ ടീച്ചർമാരാകുമ്പോൾ MT1 ഉണ്ടായ ഒരു ടീച്ചർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞാനും സാറിനെ പോലെ ഇപ്പോ കുട്ടികളെ എന്തെങ്കിലും അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പറയും കുട്ടികളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അപ്പൊ ഞാൻ അവർക്കൊരു കോംപ്ലിമെന്റ് കൊടുക്കും, എക്സലന്റ്, വെരി ഗുഡ്. അപ്പൊ അത് ഞാനത് സാറിൽ നിന്ന് പഠിച്ചാണ് എന്ന് പറഞ്ഞു. അത് വിളിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അത് വിളിച്ചപ്പോ പറഞ്ഞാണ് ഞാനത് സാറിൽ നിന്ന് പഠിച്ചതാണ്. അപ്പൊ അത് എനിക്ക് ഇപ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായത്. ഞാൻ ഇങ്ങനെ വെരി ഗുഡ് എന്ന് കുട്ടികളോട് പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ വരുന്ന തിളക്കം കാണുമ്പോൾ എനിക്കറിയാം എത്രമാത്രം അവരത് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. യെസ്. അപ്പൊ പ്രശംസ ഇഷ്ടപ്പെടാത്ത ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളും നല്ല ടീച്ചറാവുക. യെസ്. അതായത് പറയൂ. ഇവിടെ ട്രെയിനിങ്ങിന് പോയപ്പോ ഇതേപോലെ തന്നെ പിള്ളേർ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിന് ഞാൻ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ അവർക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് അവരുടെ മുഖത്ത് ഇങ്ങനെ അത് കിട്ടായിരുന്നു. അത് സാറിന്റെ അടുത്ത് ഞാനത് പഠിച്ചതാ. ഞാൻ ട്രെയിനിങ്ങിന് പോയി എന്തെങ്കിലും അവർ കറക്റ്റ് ആയിട്ട് എഴുതിക്കൊണ്ട് വരുവാണെങ്കിൽ വെരി ഗുഡ് എന്ന് പറഞ്ഞ് നമ്മൾ തോളിലൊന്ന് തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സന്തോഷം നമുക്ക് കണ്ടറിയാനുള്ള ഒരു ഭയങ്കര ഒരു നല്ല രസമായിരുന്നു അതൊക്കെ. അത് സാറിന്റെ അടുത്ത് പഠിച്ചതാ. ഓക്കെ. ഭാവിയില് നല്ല ടീച്ചർ കോളനൈസ് ടീച്ചർക്ക് അവാർഡ് വാങ്ങുമ്പോ അന്ന് മറുപടി പ്രസംഗം പറയുമ്പോൾ അത് ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ. ഓക്കെ. അല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് സംഭവിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് കരുതാക്കായിട്ടില്ല, പക്ഷെ അങ്ങനെ വരാറുണ്ട്. ചില ആളോട് ഞാൻ പറയാറുണ്ട് കിട്ടുമല്ലോ, ജോലി കിട്ടും ഉറപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നീട് പറയും സാറാ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു എന്ന് പറയും. യെസ് എന്ന് പറയണ പോലെ നല്ല അവാർഡൊക്കെ കിട്ടും. ഓക്കെ. അപ്പോ ഞാൻ വീണ്ടും വിഷയത്തിലോട്ട് പറയണം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? സ്റ്റോപ്പ്ഡ് അല്ലേ പറഞ്ഞത്? സ്റ്റോപ്പ്ഡ്. ഓക്കെ. അടുത്ത ദിവസം ഇരിക്കും. ഷീ ഹാസ് built, BUILT, built a thatched, THATCHED, thatched shed, SHED. thatched എന്ന് പറഞ്ഞാൽ ഓല മേഞ്ഞ ഷെഡ് എന്നാണ്. അതില് ആ ബിൽറ്റ് എന്നുള്ള വേർഡ് അണ്ടർലൈൻ ചെയ്യും. ബിൽറ്റ്. അതിന്റെ അടിയിൽ ABC എഴുതിക്കോ. A put on, put up,
കോമ പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത്. ഇപ്പൊ ബിൽറ്റ് എന്നർത്ഥം വരുന്ന ഒരു വേർഡ് ചെയ്യുന്ന എടുക്കുന്നത്. ആർക്കും ചേട്ടാ ആരാ പറയാ? പുട്ടപ്പ്. വെരി ഗുഡ്. പുട്ടപ്പാണ്. യെസ്, പുട്ടപ്പ്. അടുത്തത് she has go to Delhi. എന്നിട്ട് ആ ഗോ എന്ന് പറയുന്ന വേർഡ് അണ്ടർലൈൻ ചെയ്യാം. അല്ല, അണ്ടർലൈൻ അല്ല, ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റ് എന്തായാലും കുഴപ്പമില്ല, ബ്രാക്കറ്റ് ഇട്ടു. ഷീ ഹാസ് ഗോ ടു ഡൽഹി. എന്നിട്ട് അടിയില് ABC എഴുതിക്കോ. A gone, GONE gone. B went. C goes, GOES goes. Yes. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഞാൻ സമയക്കുറവുകൊണ്ട് പറയാണ്ടിരുന്നതാണ്. fill in the blanks using the past participle of the verb given in bracket. ചോദ്യമുണ്ട്. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യാന്നാണ് ചോദ്യം. അത് ചോദ്യം മുകളിലുണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞു, സമയക്കുറവുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. യെസ്. അപ്പൊ ആ ഗോ എന്ന് പറയുന്ന വേർഡിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് ഫില്ല് ചെയ്യണം. ആർക്കും ഫില്ല് ചെയ്യാം. She has gone. നമുക്ക് ഓർത്തിരിക്കാം. നമുക്ക് ഹാസ് കഴിഞ്ഞാൽ പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോമേ വരൂ. യെസ്. അടുത്തത് സാർ, ഞാനേ അത്യാവശ്യമായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, ക്ലാസ്സിൽ പോവാനേ. സാറിന് ഞങ്ങൾക്ക് ഇത്രയും 10 മാസക്കാലം ക്ലാസ് എടുത്ത് തന്നതിന് എന്റെയും എന്റെ ഈ ബാച്ചിലുള്ള എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തത് യു ആർ called, CALL, called by the principal, PRINCIPAL, principal. അത് കഴിഞ്ഞതിന് ശേഷം ആ കോൾ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഇടാം. കോൾ എന്ന് പറയുന്ന വേർഡ് ബ്രാക്കറ്റ് ഇടാം. അതിന്റെ അടിയിൽ ABC 3 ആൻസർ എഴുതിക്കും. A calls, CALLS calls. B called, CALLED called. C calling, CALLING. ഞാൻ പോകുന്നില്ല കേട്ടോ, ഒരു മിനിറ്റ്. യെസ്, പറഞ്ഞോളൂ. ഏതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ കോൾഡ്, CALLED കേട്ടോ. യെസ്. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ സദയം നേരുകയാണ്. ഇനി നമ്മൾ എന്തെങ്കിലും കോൺവെക്കേഷൻ സെറമണിക്ക് വരുമ്പോൾ അവിടെ വെച്ച് നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ 10 മാസത്തെ എല്ലാ സഹകരണത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ടീച്ചർ കൊടുക്കുകയാണ് കേട്ടാ. ടീച്ചർ Hi. Hi, ma'am. Good afternoon. Good afternoon. Okay. നമ്മളിപ്പോ എന്താ ക്ലാസ് കംപ്ലീറ്റ് ആയില്ലേ?
ഇനി നമ്മൾക്ക് എന്താ 12 മണി to 1 മണി എന്ന് പറഞ്ഞ സമയമൊന്നുമില്ല അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ എന്താ വീട്ടിലെ പണി ഇതൊക്കെ കഴിഞ്ഞിട്ട് ടൈം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിലപ്പെട്ട ഒരു ടൈം ആയിരുന്നല്ലോ ജീവിതത്തില്. ആണോ? ആയിരുന്നോ? ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാ, അതുപോലെ തന്നെ നല്ല രീതിയിൽ മുന്നേറാൻ നോക്കുക. എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞാല് മിസ്സുമാരൊന്ന് അറിയിക്കണം കേട്ടോ. ഓക്കെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് ആണല്ലേ, നിങ്ങൾ പഠിപ്പിച്ച് ഇത്രയാക്കി അതിനുശേഷം എന്താ നമ്മൾ പഠിപ്പിച്ച കുട്ടികൾക്ക് ഒരു സ്കൂളിൽ കയറി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷാണ്. അപ്പോ സാറിനെ സ്മാർട്ട് ശ്രീയിലോട്ട് അറിയിക്കുക നിങ്ങളുടെ ഒരു സന്തോഷം, ഹാപ്പിനെസ് ഒക്കെ. ഓക്കെ. നമ്മള് എന്താ മോക്ക് ടെസ്റ്റ് ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നു അല്ലെ? മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ അത് വെച്ച് പഠിക്കാൻ നോക്കുക, നല്ല രീതിയിൽ മുന്നേറാൻ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും പറയാം? മാമിന്റെ ക്ലാസ് അപ്പൊ നാളെ ഇല്ലേ? എന്താണ് ക്ലിയർ ആയില്ല, കേട്ടില്ല. നാളെ അപ്പൊ മാമിന്റെ ക്ലാസ് ഇല്ലേന്ന്? എന്താണ് അശ്മി? നാളെ മാമിന്റെ ക്ലാസ് ഇല്ലേ? നാളെ ഫ്രൈഡേ മാമിന്റെ ക്ലാസ് ആയിരിക്കണം എന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നോട് ഇനി നമ്മൾ കംപ്ലീറ്റ് ആക്കിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ക്ലാസ് ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ജസ്റ്റ് ഞാൻ കയറിയത് ബൈ പറയാനായിട്ട്. നിങ്ങളെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നല്ലോ, പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ലീവായിരുന്നു, അപ്പോ ക്ലാസ്സിൽ കയറാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ കയറാം, അല്ലെങ്കിൽ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റ് സാറിനോട് ചോദിച്ചിട്ട് കയറിയത്. അവരോട് ഞാൻ ബൈ പറഞ്ഞിട്ടില്ല, അവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഓക്കെ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ. മാമിനും താങ്ക് യു. ഞങ്ങൾ ഈ 10 മാസം ക്ലാസ് നല്ല രീതിയിൽ എടുത്തതിനും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുറെ അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നതിലും ഇത്രയും ഈ ഒരു ജേണിയിൽ കൂടി ഉണ്ടായതിന് മാമിന് പ്രത്യേകമായിട്ട് താങ്ക് യു പറയുന്നു. താങ്ക് യു. ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും നല്ല സപ്പോർട്ടായിട്ട് നിന്നതിനും നല്ല കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് നിന്നതിന് താങ്ക് യു മാം. ഞങ്ങൾക്ക് വിഷയം മാമിനും നല്ലത് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു പ്രിയ. ഓക്കെ.